ഇന്ന് കേരളത്തിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചെകുത്താൻ എന്ന യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണല്ലോ. എന്താണ് കാരണം ശരിക്കും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട്? അതായത് ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വയനാട് ലാൻഡ് സ്ലൈഡ് നടന്നതിന് ശേഷം അവിടെ മോഹൻലാൽ പട്ടാള യൂണിഫോം ഇട്ട് വന്നതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. അപ്പൊ അതിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞ വീഡിയോ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേജിലുണ്ട്. എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കേൾക്കുന്ന ആളുകൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. പദപ്രയോഗങ്ങൾ വളരെ അരോചകമായിട്ടുള്ള ഒരു സംഗതി. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മോഹൻലാൽ എന്നൊരു വ്യക്തിയെ വിമർശിക്കുക എന്ന പേരിൽ സത്യം പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. സ്ഥിരമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ള ആളുകളെ വിമർശിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ വിമർശിക്കാറുണ്ട്, പക്ഷെ സംസാരിക്കുന്ന രീതി ഇതല്ലെന്ന് തോന്നുന്നു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും ചെകുത്താനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. കാരണം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ അവിടെ ചെന്ന് ഒരാൾ പോലും പോവാൻ ചിലപ്പോൾ മടിക്കുന്ന ഒരു സമയത്താണ് മോഹൻലാലും ബാക്കിയുള്ള എല്ലാ നേതാക്കളും അതേപോലെ സിനിമാ നടന്മാരും ഒക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ 3 കോടി രൂപ വിശ്വശാന്തി ഫൗണ്ടേഷൻ അവിടെ പ്രഖ്യാപിച്ചു. സ്കൂൾ പുനർനിർമ്മിക്കുമെന്ന് മേജർ രവി സാർ പറഞ്ഞു. അപ്പോൾ അത്ര നല്ല കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ അവർ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അന്ന് വൈകുന്നേരം ചെകുത്താൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. മോഹൻലാല് എന്തിന് യൂണിഫോം ഉപയോഗിച്ചു എന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ആസ് എ പേഴ്സൺ എനിക്ക് തോന്നിയ ഒരു സംഗതി, യൂണിഫോം ഉപയോഗിക്കുമോ ഉപയോഗിക്കാതിരിക്കുമോ എന്നുള്ളത് ഒരു സിവിലിയൻ എന്നുള്ള രീതി, അല്ലെങ്കിൽ എനിക്ക് ആർമിയുടെ കാര്യങ്ങൾ അങ്ങനെ അറിയില്ല. പക്ഷേ ഒരു നടൻ മോഹൻലാലിന് ഒരു പക്ഷേ വയനാട്ടിലേക്കുള്ള ബെയിലി പാലം കടന്നു പോകാൻ സാധിക്കില്ല. പക്ഷേ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന് സാധിക്കും. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ബറ്റാലിയനാണ്. അദ്ദേഹത്തിന് അവിടെ പോകുമ്പോൾ ആ യൂണിഫോമിൽ തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ പോകേണ്ടതാണ് ശരി. രണ്ടാമതായിട്ട് ഒരു നടൻ മോഹൻലാൽ ആ എല്ലാം തകർന്നിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് പറയുന്നത് പോലെ അല്ല. കാരണം ഒരു ചേച്ചി പറഞ്ഞു എല്ലാവരും വന്ന് കണ്ടിട്ട് അങ്ങ് പോകും, പിന്നെ അവരവരുടെ കാര്യങ്ങളിൽ പോയി ഞങ്ങളെ മറന്നു പോകും. അപ്പൊ മോഹൻലാൽ മറുപടി പറഞ്ഞത് അങ്ങനെ മറക്കില്ല എന്ന് പറയാനാണ് ഞാൻ നേരിട്ട് വന്നതെന്ന്. ആ ഒരു മനസ്സ് എത്ര പേർക്കുണ്ടെന്നുള്ളതാണ്. ഇത് ഈ ശരിക്കും നമ്മൾ ചെയ്യുന്ന ഈ രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാം, ശരിയല്ലേ? ആ ചെയ്യാമെന്ന് ഒരു വ്യക്തി അതാരായാലും തീരുമാനമെടുക്കുന്നത് വലിയൊരു കാര്യമാണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അതിലൊരു കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഗാലറി ഫുള്ളും ചെകുത്താനെതിരെയാണ്. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഇദ്ദേഹം എന്താണ് ഒരു മാനസികമായിട്ട് എന്തെങ്കിലും വിഷയമുള്ള ഒരാളാണ്, ഇങ്ങനെയൊക്കെ നോർമലി ഒരു മനുഷ്യൻ സംസാരിക്കാത്ത രീതിയിൽ ഒരു കാര്യമില്ലാത്ത വിഷയങ്ങളിൽ സംസാരിക്കുന്നുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ ഈ ചാനലിൽ തന്നെ ചെകുത്താന്റെ പല വീഡിയോസും, അതായത് ചെകുത്താൻ പല കാര്യങ്ങളെ പറ്റിയും അഭിപ്രായം പറയുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. എത്ര മാന്യമായിട്ടും എത്ര നല്ല രീതിയിലുമാണ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ, അതായത് വ്യക്തമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളിലാണെങ്കിലും അദ്ദേഹം വ്യക്തമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാത്ത ആളുകൾ ചെകുത്താൻ. തീർച്ചയായും എനിക്ക് ഓർമ്മയുണ്ട് പല കമന്റ്സിലും ചെകുത്താൻ ഇങ്ങനെ സംസാരിക്കാൻ അറിയാമോ എന്ന ആളുകൾ അതിശയത്തോടുകൂടി കമന്റ് ചെയ്ത സംഭവങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപ് ചെകുത്താനുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു വിഷയമാണ് നടൻ ബാല ചെകുത്താന്റെ വീട്ടിൽ തോക്കുമായിട്ട് കയറിയൊരു വിഷയം. ആ ഒരു സമയത്ത് ഒരു പക്ഷേ കുറെ ആളുകൾ നമ്മളടക്കമുള്ള ചാനലുകാർ ചെകുത്താനോടൊപ്പമായിരുന്നു. അപ്പൊ ഇപ്പൊ ആളുകൾ ചിന്തിക്കും അന്ന് ഒപ്പം നിന്നല്ലോ ഇന്ന് ഒപ്പം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് അതുപോലെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്താണ് അതിന്റെ റീസൺ ആയിട്ട് തോന്നുന്നത്? ഇത് രണ്ട് കാര്യങ്ങളാണ്. അതായത് നടൻ ബാല ചെകുത്താന്റെ വീട്ടിലേക്ക് തോക്കുമായി അതിക്രമിച്ച് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അന്നത്തെ കേസ്. അപ്പോ ഏതൊരു സിവിലിയനും എന്ത് പ്രശ്നമുണ്ടെങ്കിലും മറ്റൊരു സിവിലിയന്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ആക്രമിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ അവകാശമില്ല. നിയമം അത് അനുവദിക്കുന്നില്ല. അപ്പൊ നിയമപരമായിട്ട് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് പോകാമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് അവര് നിയമപരമായിട്ടാണ് പോയിരിക്കുന്നത്. ശരിയാണ്, അവര് വീട് കയറി ആക്രമിക്കോ തല്ലോ ഒന്നുമല്ലേ ചെയ്തത്. പക്ഷെ മാന്യമായി ഇവിടെ നമുക്ക് അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. അപ്പം പക്ഷെ ഇതിനകത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും ശരിയല്ല എന്നതാണ് എന്റെ അഭിപ്രായം. ഉദാഹരണമായിട്ട് ചെകുത്താൻ കേസ് വന്നതിന് പിന്നാലെ ഒളിവിൽ പോയി എന്നൊരു വാർത്ത ഞാൻ കണ്ടു. തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം ഇന്നലെ കലൂസിയുടെ ഇയാളെ ഞാൻ കണ്ടതാ. പറയുവാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് പറയാം, നമ്മളൊക്കെ കൊച്ചിയിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. കലൂസി എടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്, ഞാൻ കാര്യം ചോദിച്ചതാണ്. അപ്പൊ ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എഫ്ഐആറിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അപ്പം ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയിലെ 192. അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിച്ച ആൾക്കാർക്കെതിരെ എടുത്തേക്കുന്ന ഒരു വകുപ്പാണ്. അതെ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദുരന്ത ഭൂമിയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊരു സംഗതിയാണ്. രണ്ടാമതായിട്ട് പോലീസ് ആക്ട് 120, അതായത് പബ്ലിക് നോയ്സൻസ്. ഈ 2 സംഗതികളാണ് ഉള്ളത്.
അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയാൻ കഴിഞ്ഞൊരു സംഗതി, തിരുവല്ല CI സംസാരിക്കുകയും അതായത് ഇന്നലെ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സമയത്ത് തിരുവല്ല CI അവിടെ ഇല്ല, അതുകൊണ്ട് ഈ നാളെ സൗകര്യം പോലെ വന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞതുമായിട്ടാണ്. അങ്ങനെ നാളെ പോകാം എന്ന് കരുതിയിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് എനിക്കിന്ന് രാവിലെ പേഴ്സണലി അയച്ചു തന്ന ഒരു വാട്സപ്പ് വീഡിയോ ആണ്. അതായത് ചെകുത്താൻ CI വിളിക്കുകയും ഈ വരുന്ന വാർത്തകൾ തെറ്റാണെന്ന് പറയുകയും ചെയ്തപ്പോൾ CI പറഞ്ഞ ഒരു സംഭവം, ഞാൻ ഒളിവിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ CI പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്കിപ്പോ പ്രേക്ഷകർക്ക് ഒന്ന് കാണിക്കാം. സാറേ ഞാൻ അജു ആണേ. ഹലോ സാറേ, ഞാൻ അജുവാ. ഇന്ന് രാവിലെ വിളിച്ചില്ലാന്ന്. അപ്പൊ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെ 8 മണിക്കൊക്കെ വന്നാൽ മതി എന്ന് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഏഷ്യാനെറ്റിൽ വാർത്ത കണ്ട് ഞാൻ അബ്സ്കോണ്ടിങ് ആന്നൊക്കെ. ഞാൻ വൈകിട്ട് എന്റെ ഒരു അഡ്വക്കേറ്റ് ഒരു ഫ്രണ്ടോട് പറഞ്ഞപ്പോ പുള്ളിയും സാറിനെ വിളിച്ചതാ. അപ്പൊ അതല്ല സാറേ, ഇവര് SHO പറഞ്ഞെന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചേക്കുന്നേ. അങ്ങനെ ഒരു വാർത്ത അടിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ എന്തോ ഒളിവിലാണ്. അല്ല, അത് എന്നാലും ഞാനിതിപ്പോ രാവിലെ വരാനായിട്ട് ഈ പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞനുസരിച്ച് ഞാൻ വരുന്നതല്ലേ. അപ്പൊ അവരങ്ങനെ വാർത്ത കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഏഷ്യാനെറ്റിലാ. അല്ല സാറേ, ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴേ ഞാനപ്പോ നമ്മുടെ അഡ്വക്കേറ്റ് ഇല്ലേ, പുള്ളിയെ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പഴാ അതെ എനിക്ക് രാവിലെ വേറെ ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് 8 മണി ആക്കിയത്. 8 മണിക്ക് വരാം. 10 മണിക്ക് ക്ലാസ് എടുക്കാൻ പോകും. കുറെ കാര്യങ്ങളുണ്ട്. അറിയാം 8 മണിക്ക് വരാൻ പറഞ്ഞു. അതാണ് നീ 8 മണിക്ക് വന്നാ നീ വാർത്തയൊന്നും നോക്കേണ്ട കാര്യമില്ല. വാർത്തയ്ക്ക് നേരം നീ മരിച്ചെന്ന് എഴുതി കാണിക്കും. നീ അത് വിശ്വസിക്കണ്ട. നീ മരിച്ചിട്ടില്ല കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, ഒളിവിൽ പോയിട്ടില്ല. തീർച്ചയായും അന്ന് ബാലയുടെ വിഷയത്തിൽ പോലും ചെകുത്താൻ നിയമപരമായി തന്നെ അതിനെ നേരിടാനാണ് ശ്രമിച്ചത്. ചെകുത്താനെ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ പ്രതികരിക്കാം, ശരിയല്ലേ? എന്നെ ഒരാൾ ആക്രമിക്കുമ്പോൾ എന്നെ അടിക്കുന്ന ആളെ എനിക്ക് തിരിച്ചടിക്കാം, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അദ്ദേഹം മറ്റേ വഴിയാണ് സ്വീകരിച്ചത്. അപ്പൊ പോലീസിൽ വിളിപ്പിച്ചപ്പോ വരില്ലെന്നോ ഒളിവിൽ പോയോ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇല്ലാത്ത കാര്യം നമ്മൾ എന്തിനുണ്ടെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഇട്ടിരിക്കുന്ന വകുപ്പുകളൊന്നും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കാനായിട്ടുള്ള നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന വകുപ്പുകളൊന്നുമല്ല. അല്ല, കാരണം എന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകളെ ഒന്നും നോൺ ബെയിലബിൾ ആയിട്ടല്ലല്ലോ അകത്തിട്ട്. പക്ഷേ ചെകുത്താൻ അറസ്റ്റിലാണ്. അദ്ദേഹം ലോക്കപ്പിൽ കിടക്കുന്ന ഫോട്ടോസ് മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ. അത് അദ്ദേഹത്തിനോടുള്ള വിദ്വേഷം കൊണ്ട് തന്നെയാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ അറിയാതെ ഈ പറയുന്ന സാധനം പുറത്തു പോകില്ല. കാരണം മീഡിയക്കൊന്നും അകത്ത് കയറിയിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും ആ ഫോട്ടോസ് പുറത്തു വിട്ടേക്കുന്നത്. അത് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. ഇപ്പൊ തെളിവെടുപ്പിന് വേണ്ടി തിരുവല്ലയിൽ നിന്നും ഏകദേശം ഒരു 11-12 മണി ആയപ്പോഴത്തേക്കും കൊച്ചിയിലേക്ക് ചെകുത്താന്റെ ഫ്ലാറ്റിലേക്ക്, എടപ്പള്ളിയിലുള്ള ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഓൾമോസ്റ്റ് എത്തിയും കാണും. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒളിവിൽ പോയി എന്നൊരു സംഗതി ഫാബ്രിക്കേറ്റ് ചെയ്തത് ഒരു പക്ഷേ ജാമ്യമില്ലാതെ പിടിച്ച്, വീക്കെൻഡ് ആണല്ലോ, ശനി ഞായർ 2 ദിവസം കോടതിയില്ല, 2 ദിവസം കിടക്കട്ടെ, 2 ദിവസം കിടക്കണം എന്ന് ആരൊക്കെയോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നോർമലി ഇപ്പൊ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു അറസ്റ്റ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ അറസ്റ്റിലാകും, 2 ദിവസം കോടതിയെല്ലാം അവധിയാണ്. അപ്പൊ ചെയ്യുന്ന സംഗതി എന്താണ് സാധാരണ ആൾക്കാർ ചെയ്യാറുള്ളത്? ഒളിവിൽ പോവുക. ബെയിൽ കിട്ടിയതിനു ശേഷം, അതെ, മുൻകൂർ ജാമ്യം കോടതിയിൽ നിന്ന് കോടതി തുറന്ന് മുൻകൂർ ജാമ്യം എടുത്തതിന് ശേഷം തിരികെ വരിക. പക്ഷെ എന്തുകൊണ്ടോ ചെകുത്താൻ ആ വഴി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ വ്യക്തികളെ പോലെ പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. നിയമം അനുശാസിക്കുന്നത് എന്തായാലും നിയമത്തിന്റെ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പേഴ്സണലി ഈ ചെകുത്താൻ എന്ന അജു വർഗീസിനെ അറിയുന്ന ഒരാൾ അയാളെ പറ്റി മോശം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഒരിക്കലുമില്ല. എനിക്ക് പേഴ്സണലി വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് അജു അലക്സ്. അപ്പൊ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും അജുവിനെ കുറ്റം പറയില്ല. ചെകുത്താനെന്നുള്ള വ്ളോഗർ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഈ മോഹൻലാലിനെതിരെയുള്ള കാര്യം, ഇപ്പൊ പറയുന്ന കാര്യം, ഒരു സുഹൃത്താണെന്ന് കരുതി അദ്ദേഹം ചെയ്യുന്ന തെറ്റിനെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. ഈ ഒരു വീഡിയോ പുറത്തു വന്ന സമയത്ത് നമ്മൾ സുഹൃത്തുക്കളും പല രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ വ്യക്തമായിട്ട് വാട്സപ്പിലൂടെ പറഞ്ഞൊരു സംഗതി, മോഹൻലാൽ എന്ത് ധരിച്ചിട്ട് വന്നാൽ എന്താണ്, പക്ഷെ അദ്ദേഹം ചെയ്തൊരു കാര്യം, അദ്ദേഹം കൊടുത്ത ആ ഒരു പറയുന്ന പണമായാലും അയാളുടെ സാമീപ്യമായാലും ഇതിൽ എന്ത് തനിക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാനിപ്പോഴും പറയുകയാണ്, അദ്ദേഹം പറയുന്ന വാക്കുകൾ,
അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കരുതി ലോകത്തുള്ള എല്ലാവരെയും അധിക്ഷേപിക്കാനായിട്ടുള്ള ഒരു ലൈസൻസ് ആയിട്ട് അതിനെ കാണുന്നതിനെ യോജിക്കാൻ കഴിയില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ശരിക്കും ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം എടുത്താൽ 2010 ഫേസ്ബുക്ക് പേജ് തുടങ്ങുകയും യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്ത വ്യക്തിയാണ് ശരിക്കും പറഞ്ഞ ചേതൻ. അപ്പോൾ അദ്ദേഹം വ്യക്തമായി നല്ല രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് അദ്ദേഹത്തിന് മാറാമായിരുന്നു. പക്ഷെ രീതി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഉറപ്പ് പറയാൻ പറ്റും, അദ്ദേഹം വേറെ റേഞ്ചിലേക്ക് തന്നെ ഇൻഫ്ലുവൻസർ ആയിട്ട് തന്നെ വളരുക തന്നെ ചെയ്യും. പക്ഷെ ഈ രീതി മാറ്റണം, ഉറപ്പായിട്ടും ഈ രീതി മാറ്റണം. കാരണം ഇപ്പം ആളുകൾ പറയുന്ന, പിന്നെ നിങ്ങൾ പിണറായി വിജയനെതിരെ പറയുന്നില്ലേ, രാഷ്ട്രീയക്കാർക്കെതിരെ പറയുന്നില്ലേ എന്ന് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ പിണറായി വിജയനെതിരെ പറയുന്നു എന്നൊരു പേര് കേൾക്കുന്ന ഒരാളാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറയുന്ന സംഗതിയല്ല. മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ എടുത്ത് ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ റിയാക്ട് ചെയ്യാന്നുള്ള ഒരു സംഗതിയാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മൾ വോട്ട് ചെയ്ത് നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം മാന്യമായി നോക്കി നടത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ അധികാരത്തിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾക്ക് മാന്യമായി വിമർശിക്കാം. അവിടെ വാക്കുകളുടെ വ്യത്യസ്തതയാണ്. പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഒരിക്കലും മോശമായിട്ടോ തെറി പറഞ്ഞോ വിമർശിക്കാനുള്ള യാതൊരു അധികാരവും എനിക്കില്ല. ഞാൻ വോട്ട് ചെയ്തു എന്ന് കരുതി എനിക്ക് യാതൊരു അധികാരമില്ല. ഏറ്റവും ബഹുമാനത്തോടുകൂടി തന്നെ, എനിക്ക് പാർട്ടിപരമായി പല വ്യത്യാസങ്ങളുണ്ടാവും, പലതുണ്ടാവും. പക്ഷേ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അങ്ങനെ തന്നെ ബഹുമാനിക്കണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ പരസ്പരം ബഹുമാനത്തോടുകൂടി വിമർശനം പറയുമ്പോൾ മാത്രമേ അത് വിമർശനമാകുന്നുള്ളൂ. അതേസമയം മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ, അല്ലെങ്കിൽ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്ന MLA-യോ MP-യോ മന്ത്രിയോ ഒന്നുമല്ല. അദ്ദേഹം ഒരു നടനാണ്. എത്രയോ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്ത് വന്ന ഇന്ന് ഈ കാണുന്ന ലെവലിലുള്ള സൂപ്പർ സ്റ്റാർ ആയ വ്യക്തിയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടായത് ചുമ്മാതൊന്നുമില്ല. അത്രയും സ്ട്രഗിൾ ചെയ്തും അത്രയും കഷ്ടപ്പെട്ടുമാണ് ഒരു സാധാരണ വീട്ടിൽ നിന്നും ഇന്ന് ഈ കാണുന്ന സൂപ്പർ സ്റ്റാർ ഉണ്ടാക്കി അദ്ദേഹം ഇന്ന് ഈ പറയുന്ന ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ വേൾഡ് സിനിമ അറിയുന്ന ഒരു മഹാനടനായിട്ട്, ഒരു മനുഷ്യസ്നേഹിയായിട്ട്. അയാൾ ചെയ്യുന്ന പല സഹായങ്ങളും പുറത്തറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഈ കാണുന്നതല്ല മോഹൻലാൽ. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അത് കിട്ടിയ ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടനെ, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ, അദ്ദേഹം മോശം സിനിമ ചെയ്താൽ അതിൽ നമുക്ക് പറയുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നു, സിനിമ കാണുന്നു. എന്നാൽ വ്യക്തിപരമായി ഒരു കാര്യത്തിലും അദ്ദേഹത്തെ അധിക്ഷേപിക്കാനുള്ള അധികാരം വേറൊരാക്കില്ല. ഇപ്പൊ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളൂ എന്നാ പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അത് കടക്കാൻ പാടില്ല. ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവറിത്തിങ്. ആ ലിമിറ്റ് കടന്നു പോയതിന്റെയാണ് ഇന്നിപ്പോൾ ഇദ്ദേഹം ഈ അഴികൾക്കുള്ളിൽ നിന്നിട്ടുള്ള ഈ ഒരു സംഭവം വരേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. വളരെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. കാരണം വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിനെയാണ്, അല്ലെങ്കിൽ അത് ആ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് ഇപ്പൊ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത്. കുട്ടികളാണ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ആവണം. അപ്പോൾ ഈ തൊപ്പിയെ പോലെയുള്ള, അല്ലെങ്കിൽ ചെകുത്താൻ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ മോഹൻലാലിനെതിരെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഭാവിയിൽ ഇവരെക്കാളും എന്താ പറയാ വൾഗർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന പുതിയ ഒരു കുട്ടിയുള്ളവർ വന്നാൽ അതിന് കാരണക്കാരാണ്. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസർ ശ്രദ്ധിക്കണം. ഞാൻ മോശമായിട്ടുള്ള ഒരു കാര്യമാണോ, പോസിറ്റീവാണോ, നെഗറ്റീവാണോ ആളുകളിലേക്ക് കൊടുക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ. ഞാൻ ചിന്തിക്കുന്ന ഒരു സംഗതി, ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യണമെന്നാണെന്ന് അറിയാമോ? ആളുകൾ പ്രതികരിക്കണം. എന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കണം. ഞാനൊരു 1 രൂപ കൊടുത്തൊരു തീപ്പെട്ടി വാങ്ങിയാൽ അതിൽ ഇത്ര % ഞാൻ നികുതിയാണ് അടയ്ക്കുന്നതെങ്കിൽ ആ നികുതിയുടെ സാധനം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ, സർവീസ് കിട്ടുന്നുണ്ടോ, നല്ല റോഡുകൾ കിട്ടുന്നുണ്ടോ, നല്ല പഠനം എനിക്ക് കിട്ടുന്നു, വിദ്യാഭ്യാസം എനിക്ക് കിട്ടുന്നു, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ സംസാരിക്കേണ്ട കാര്യം. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്ന് പലരും പറയാറുണ്ട്. ആ വാക്ക് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. ആനുകൂല്യം എന്നൊരു വാക്കില്ല. ആനുകൂല്യമായി മാറുമ്പോഴാണ് ഓച്ചാനിച്ച ആളുകൾ അത് മേടിച്ചുകൊണ്ട് വരുന്നത്. ഇതുപോലെ സോഷ്യൽ റിലവന്റ് ആയ എത്ര കാര്യങ്ങളെ പറ്റി നമുക്കിവിടെ സംസാരിക്കാം. മനുഷ്യരെ ബാധിക്കുന്ന എത്ര കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. മോഹൻലാൽ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് ആരുടെയെങ്കിലും ദേഹത്ത് പറ്റിയോ, എന്തെങ്കിലും സംഭവിച്ചോ? ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായ ഒരു വള്ളി തൂങ്ങി എന്നേ പറയാൻ കഴിയും. സുഹൃത്താണെങ്കിലും സത്യം വിളിച്ചു പറയാം. മോളിൽ കൂടി പോണ വെടികൊണ്ട കോണി വെച്ച് കയറി കൊണ്ടു എന്നത് പറയാനുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ചെകുത്താനെ സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്: ന്യായത്തിന് സപ്പോർട്ട് ചെയ്യണം. അതാണ് ശരിക്കും പറഞ്ഞാൽ മീഡിയക്കാർ ചെയ്യേണ്ട ഒരു സംഗതി. ഇനിയിപ്പോ ഇദ്ദേഹത്തെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇദ്ദേഹം ഒളിവിലാണെന്നുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ട്, മനഃപൂർവ്വം ആരൊക്കെയോ ചേർത്ത് പുറത്തുവിട്ട് ഇപ്പൊ CI കൊണ്ട് അല്ലെങ്കിൽ SI കൊണ്ട് അങ്ങനെ സംസാരിപ്പിച്ച് ഇദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, അകത്താക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും എല്ലാ ആളുകളും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചെകുത്താനാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ഇട്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി, ആളുകൾ പറയും നന്നായി പോയി, അവനത് കിട്ടണം. കാരണം ഗ്യാലറി മൊത്തത്തിൽ എതിരെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും 2 പക്ഷം ഉണ്ടാവും. പക്ഷേ ആ 2 പക്ഷവും ഈക്വൽ ആയിരിക്കും നമ്മൾ കാര്യം ചെയ്യുന്നത് ശരിയാണെങ്കിൽ.
എന്നാൽ ഒരുപക്ഷെ മുഴുവനായും നമുക്ക് എതിരാണെങ്കിൽ, ഒന്നോ രണ്ടോ പേര് നമ്മുടെ കൂടെ ഉള്ളെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്നതിൽ എന്തോ പെശകൊണ്ടെന്ന്. അപ്പൊ ചെകുത്താൻ എന്ന വ്ളോഗർ ഇതിൽ നിന്നും ഒരു പാഠം പഠിച്ച് ഇനി വളരെ ശക്തമായ രീതിയിൽ തന്നെ സഭ്യമായ രീതിയിൽ മറ്റൊരാളുടെ ഒരു വ്യക്തിയെ വിഷമിപ്പിക്കാത്ത രീതിയിലുള്ള എന്താ പറയാ ബ്ലോഗിംഗ് ഒക്കെ ചെയ്ത് മുമ്പോട്ട് വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ആരോഗ്യപരമായ വിമർശനങ്ങളുമായി ഇവിടെ എപ്പോഴും ആളുകൾ വേണം. എന്ത് കാര്യത്തെ സംബന്ധിച്ചും എല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ വിമർശനങ്ങളുമായി ആളുകൾ സംസാരിക്കണം. ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ, യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും, ഇതെല്ലാം നമുക്ക് സംസാരിക്കാനായിട്ട് നാവ് തരുന്ന വേദികളാണ്. അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, അതിനൊരു മോശം പേരുണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇനി അതിലേക്ക് വരുന്ന ആളുകളെയും പോലെ ഇവനങ്ങനെ തെറി പറഞ്ഞ് നടക്കണവനല്ലേ എന്ന് പറയിപ്പിക്കാതിരിക്കാനുള്ള ബാധ്യത ഓരോ ഇൻഫ്ലുവൻസേഴ്സിനും ഓരോ ചാനലും കൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം അതിനെ സമീപിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിയും കൂടി അവർക്ക് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആശംസിക്കുന്നു. അതെ, ഒരു സഞ്ജു ടെക്കി ചെയ്ത കാര്യം കൊണ്ട് ഇന്ന് ഒരുപാട് എന്താ പറയാ വാഹനപ്രേമികൾ അനുഭവിക്കുന്നുണ്ട് എംപിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഇതൊരു എന്താ പറയാ നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാം.